ഹായ് ഫ്രണ്ട്സ്, ചില സമയത്ത് നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത് എ സി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എ സി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുക പോലെ അഥവാ വെളുത്ത ഫോഗ് പോലെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില ആൾക്കാർ പേടിക്കാറുണ്ട്, കാരണം നമ്മുടെ എ സിയുടെ ഗ്യാസ് ലീക്കായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മെക്കാനിക്കൽ ഇഷ്യൂ ആണെന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ അത് പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ പുക വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മഴക്കാലത്തായിരിക്കും ഇങ്ങനെ വരിക. നമുക്കറിയാലോ, അവിടെ കറക്റ്റുള്ള കണ്ടൻസേഷൻ നടക്കുന്നുണ്ടാവില്ല. അഥവാ ഇതിനെ ഓൾറെഡി റൂമിൽ കൂൾ എയർ ആയിരിക്കും, അഥവാ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ കറക്റ്റ് കണ്ടൻസേഷൻ അഥവാ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ രണ്ടാമത്, ഈ തണുപ്പുള്ള സമയത്ത് നമ്മൾ ലോ സ്പീഡിലാണ് ഫാൻ ഇട്ടതെന്നുണ്ടെങ്കിൽ, ടെമ്പറേച്ചറൊക്കെ കുറച്ച് വെച്ചിട്ട് ലോ സ്പീഡിലാണ് എ സിയുടെ ഫാൻ ലോ സ്പീഡിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റ് സർക്കുലേഷൻ അങ്ങോട്ട് കറക്റ്റ് ആവില്ല. അഥവാ ഒരു എയർ ത്രോ ഉണ്ടാവില്ലേ, അത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഇഷ്യൂ വരുന്നത്, നമ്മുടെ എ സിയുടെ ഇൻഡോർ ഫിൽറ്റർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടും ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാറുണ്ട്. അതല്ലാതെ എ സിയുടെ ഗ്യാസ് ലീക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയതുകൊണ്ടല്ല ഇങ്ങനെ വരുന്നത്, ഇത്രയും പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതിന് പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ എ സിയുടെ ഫാൻ സ്പീഡ് കൂട്ടി വെക്കുക. അഥവാ 1, 2, 3 ഹൈ സ്പീഡിൽ, മാക്സിമം നമ്മൾ ഹൈ സ്പീഡിൽ വെക്കുക. പിന്നെ രണ്ടാമത്, എ സിയുടെ ഫിൽറ്റർ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. മിനിമം നമ്മൾ 1 മാസത്തിൽ ഒരിക്കലെങ്കിലും എ സിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഹ്യൂമിഡിഫയറൊക്കെ വെക്കാറുണ്ട്. പക്ഷേ സാധാരണയായിട്ട് നമ്മൾ എ സി ഉപയോഗിക്കുന്ന ആൾക്കാർ അങ്ങനെ വെക്കാറില്ല. പറ്റുമെങ്കിൽ നമ്മൾ അത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ എ സിയുടെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. പക്ഷേ ഫാൻ സ്പീഡ് കൂട്ടി വെക്കുക. അതേപോലെ തന്നെ എ സിയുടെ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്ത് കറക്റ്റ് കണ്ടൻസേഷൻ ആവുന്ന തരത്തിൽ വെക്കുക. അതല്ലാതെ നമ്മുടെ എ സിയുടെ ഗ്യാസ് ലീക്കായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂ ആയിട്ടോ ഒന്നല്ല എ സിയുടെ ഉള്ളിൽ നിന്ന് പുക വരുന്നത്. ഇതിപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് എ സി വർക്ക്, മഴക്കാലത്ത് തന്നെയായിരുന്നു, എ സി വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് പുക വരുന്നുണ്ടായിരുന്നു ആ സ്റ്റാൻഡ് ബൈ എ സിയിൽ. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ വന്നത്. അപ്പോൾ ഇതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.